ഓ ചിങ്കം സാറ്, ഞങ്ങള് 4 പേരും കൂടി ഈ ബാങ്ക് തുടങ്ങി. ഇതിന്റെ മാനേജര് ഞാനാ. എനിക്ക് ക്യാഷ് ഡീലിംഗ്സിൽ 20 കൊല്ലത്തെ അനുഭവമുണ്ട്. അതുകൊണ്ട് ഞാൻ കാഷ്യർ ആയിക്കോളാം. എന്തേ? ഞാനും പത്ലുവും ഈ ബാങ്കിന്റെ സെക്യൂരിറ്റി ഓഫീസറാണ്, അതായത് ബാങ്കിനെ രക്ഷിക്കുന്നവർ. ഞാൻ ഈ ബാങ്ക് വൃത്തിയാക്കുന്ന ആളായിക്കോളാം. ബാങ്കിന്റെ ലോക്കർ ഞാനിപ്പോ ക്ലീൻ ആക്കും. കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിതയാ. ചിങ്കത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. എംപോസിബിൾ. ജോൺ, യു ആർ അണ്ടർ അറസ്റ്റ്. അവിടെ നിൽക്ക്. നിയമമാണ് സത്യം. ഇന്ത്യ രാജ്യമാണ് സത്യം. അവിടെ നിൽക്കാൻ. ഭാരതമാതാവാണ് സത്യം. ഏതോ നിൽക്കാനല്ലേ പറഞ്ഞ. പൊളിക്കടുത്തല്ല, ശുഭമുഹൂർത്തം നടക്കുന്ന സമയത്ത് അശുഭമുഹൂർത്താണല്ലോ സംഭവിക്കണേ. ശുഭമുഹൂർത്തത്തിന്റെ സമയം കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയെങ്കിലും ആ റിബൺ ഒന്ന് മുറിക്കോ ചിങ്കം സാറേ. എവിടെ പോയി കത്രിക? ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ചിങ്കം സാറേ, നിങ്ങൾ ഈ കത്രിക കൊണ്ട് റിബൺ കട്ട് ചെയ്താ മതി. നിങ്ങളെല്ലാവരും പേട കഴിക്കൂ ചങ്കുകള്. പത്ലു, ഈ ബലൂൺ കുറച്ചുകൂടെ ഉയരത്തിൽ പറപ്പിച്ചാൽ എല്ലാ ഫുർഫുറി നഗറിലുള്ള ജനങ്ങൾക്കും നമ്മുടെ ബാങ്കിന്റെ പേര് വായിക്കാൻ പറ്റും. അതുകൊണ്ട് നമുക്കതിന് ഗ്യാസ് നന്നായി കൂട്ടാം. മോട്ടു ഒന്ന് വേഗം നോബൊന്ന് ഫിക്സ് ചെയ്യ്. ഈ ഗ്യാസ് അതിൽ നിറഞ്ഞോണ്ടിരിക്കുകയാണ്. ഇൻസ്പെക്ടർ ചിങ്കം, ഹാൻഡ്സ് അപ്പ്. എന്റെ അമ്മോ, ഇതെന്തൊരു കലികാലമാണ്. സ്വയം കയ്യെ പൊക്കുന്നതിന് പകരം ഇൻസ്പെക്ടറോടാണല്ലോ ഹാൻഡ്സപ്പ് ചെയ്യാൻ പറയണത്. ഞാനാണ് ജോൺ. ഞാൻ തന്നെയാണ് ജോൺ. ഞാൻ തന്നെയായിരിക്കും ഡോൺ. നമ്പർ 1, നമ്പർ 2 ലോക്കർ വൃത്തിയാക്ക്. ഉടൻ തന്നെ ചെയ്യാം ബോസ്. എടാ മണ്ടന്മാരെ, കഴിക്കാനല്ലാതെ നിങ്ങൾക്ക് വേറെയൊന്നും അറിയില്ലേ? ലോക്കർ വൃത്തിയാക്കാൻ പറഞ്ഞതിനർത്ഥം ലോക്കർ ചെയ്ത് കാശെടുക്കാനാണ്. ഓ അതാണോ? മോട്ടു എന്തെങ്കിലും ഒന്ന് വേഗം ചെയ്യേ. ബലൂണിന്റെ പിന്നാലെ ഈ ബാങ്കും മുകളിലോട്ട് പോവെന്നാ തോന്നുന്നേ. എടാ, വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ പറ. ഐഡിയ. മോട്ടു, നമുക്ക് ഇതിൽ പിടിച്ച് കേറാം. എന്നിട്ട് മുകളിൽ എത്തിയതിനു ശേഷം എങ്ങനെയും നിർത്താം. ഓ ജോൺ, എന്റെ ബ്രോ, എന്റെ സുഹൃത്ത്, അങ്ങനെ ചെയ്യരുത്. ബാങ്ക് തുറക്കുന്നതിന് മുമ്പ് അതിന്റെ ഷട്ടർ ഇടിപ്പിക്കല്ലേ എന്റെ ചങ്ക്. നിങ്ങളുടെയൊക്കെ നിയമമാണെങ്കിൽ സത്യം കൈ മുകളിലോട്ട് ഉയർത്തി തന്നെ നിന്നു. അല്ലെങ്കിൽ ബൈ ബൈ, സീ യു, ടാറ്റ. വേഗം വാ. ഓടാ, ഓട്. ഈ ജോൺ തന്നെ ആയിരിക്കും ഡോൺ. ഈ ജോൺ ആയിരിക്കും ഡോൺ. എന്നെ തടയാൻ ആരുണ്ട്? ഞാനിപ്പോ കോടീശ്വരനായി. ബോസ്, കവിത നന്നായിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ലൊക്കേഷനാണ് നന്നാവാത്തേ. ലൊക്കേഷനും വളരെ നല്ലതാണ്. കണ്ടില്ലേ? നീലാകാശം, തണുത്ത കാറ്റ്, പക്ഷികളൊക്കെ ചിറകടിച്ച് നമ്മുടെ ചുറ്റും വട്ടം പറക്കുന്നു. ആഹാ, കാണാൻ എന്ത് രസമല്ലേ? ബോസ്, പക്ഷികൾ ആകാശത്തല്ലേ പറക്കുന്നത്, നിലത്തല്ലല്ലോ. ദേ അങ്ങോട്ട് താഴോട്ട് നോക്കിയേ. രക്ഷിക്കണേ, രക്ഷിക്കണേ.
ചേട്ടാ സോറി, ഒരു ദുഃഖവാർത്ത പറയാനുണ്ട്. നമ്മുടെ ബാങ്ക് ഒക്കെ പോയി. ഓ മോട്ടു, എനിക്കറിയാം നമ്മുടെ ബാങ്ക് പോയെന്ന്. ഞങ്ങളുടെ കൺമുന്നിൽ വെച്ചല്ലേ മോഷ്ടിച്ചത്. അതല്ല ഡോക്ടർ ജഡ്ക, ബാങ്ക് മുകളിലേക്ക് പറന്നു പോയി. സോറി, വെരി സോറി. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പൊളിച്ചടുത്തല്ല. ബാങ്ക് ചിങ്കം സാറിന്റെ മുന്നിൽ വെച്ച് തന്നെ കൊള്ളയടിച്ചിട്ടും അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. നിങ്ങളെ കൊണ്ട് എന്താ ചെയ്യാൻ സാധിക്കാ? ഞാൻ ബാങ്കിന്റെ സെക്യൂരിറ്റി ഒന്ന് ചെക്ക് ചെയ്തതാണ്, അല്ലാതെ ബാങ്ക് മോഷ്ടിച്ചതൊന്നും അല്ല. ഇതാ എടുത്തോളൂ, നിങ്ങളുടെ പണം ഞാൻ തിരിച്ചേൽപ്പിക്കുകയാണ്. മോട്ടു, പൈസ തിരിച്ചു വന്നല്ലോ. ഇനിയെങ്കിലും ആ കരച്ചിലൊന്ന് നിർത്തിക്കോടെ. ബാങ്ക് ആരും കൊള്ളയടിച്ചിട്ടില്ല. ഞാൻ ബാങ്ക് മുഴുവൻ പോയി എന്ന് പറഞ്ഞത് ഇത് ഉദ്ദേശിച്ചല്ല. ഞാൻ പറഞ്ഞത് നമ്മുടെ ബാങ്ക് പറന്നു പോയെന്നാ. അതായത് വായുവിൽ പറന്നു പൊങ്ങിയെന്ന്. നമ്മള് വായുവിൽ പറക്കുകയാണ്. ആരെങ്കിലും രക്ഷിക്കണേ. ചിങ്കം സാറേ, നമുക്ക് മുകളിൽ പോയ ബലൂണിന്റെ ഗ്യാസ് കുറച്ചിട്ട് വരാം. അപ്പൊ നമുക്ക് ബാങ്ക് താഴെ ഇറക്കാൻ പറ്റും. എന്റെ പാന്റ് ഊരി പോകുന്നേ. ജോണെ, ആ ബാഗ് ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെക്ക്. അതിന്റെ ഭാരം കാരണം ബാഗ് അങ്ങോട്ട് ചെരിയുന്നേ. പത്തുലു വേഗം എന്തെങ്കിലും ചെയ്യൂ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? ഐഡിയ. എന്റെ അമ്മോ, ജീവിതത്തിൽ ഇങ്ങനെ ഒരു ദിവസം കാണണം എന്ന് എഴുതിയിട്ടുണ്ടല്ലോ. കുട്ടിക്കാലത്ത് ഞാൻ ബലൂൺ പറപ്പിക്കുമായിരുന്നു, പക്ഷെ ഇപ്പൊ ബലൂൺ എന്നെ പറപ്പിക്കുകയാണല്ലോ. സ്റ്റോപ്പ്. എല്ലാവരും അവിടെ തന്നെ അനങ്ങാതെ നിന്നോ. ആരെങ്കിലും അവിടുന്ന് അനങ്ങി കഴിഞ്ഞാ ബാങ്ക് താഴേക്ക് പോകും. അങ്ങനെ എങ്ങാനും സംഭവിച്ച നമ്മൾ എല്ലാവരും മുകളിലേക്ക് പോകും. ആരെങ്കിലും ഒന്ന് ഓടിക്കുക. ഇത് ആരെങ്കിലും ഒന്ന് ഓടിക്കുക. പൊളിച്ചടുത്തല്ലോ. അതിങ്ങോട്ടാണല്ലോ കെട്ടിയെടുക്കണേ. ഇങ്ങോട്ട് വരല്ലേ, പുറത്തേക്ക് പോ. വേണ്ട. സുഹൃത്തുക്കളെ, ഞാൻ താഴേക്ക് വരാൻ പോവാ. മുറുക്കെ പിടിച്ചേക്കണേ. വല്യേട്ടാ, താഴോട്ട് വന്നേക്കല്ലേ. താഴോട്ട് വരരുത്. മുകളിൽ തന്നെ ഇരിക്ക, മുകളിൽ തന്നെ ഇരിക്ക. നിങ്ങൾ എന്ത് വർത്തമാനായി പറയുന്നത്? എന്റെ വാങ്ക, എനിക്കെന്താ താഴെ വന്നുകൂടെ? പൊളിച്ചടുത്തല്ലോ. ബാങ്ക് ഇത്തവണ ഒരു വശത്തേക്കും ചെരിഞ്ഞില്ലല്ലോ. അതെങ്ങനെയാ ചെരിയുന്നത്? ഞാൻ ബാങ്കിനെ ഭൂമിയിൽ അതിരുന്ന പഴയ സ്ഥലത്ത് തന്നെ തിരിച്ചു കൊണ്ടുവന്ന് വെച്ചു. പണം. ഞാനാണ് ജോൺ. ജോൺ തന്നെയാണ് ഡോൺ. ഞാൻ പോകുന്നു ഈ പണം കൊണ്ട്. എന്നെ തടയാൻ ആരുണ്ട്?
The name is ചിങ്കം. ഇൻസ്പെക്ടർ ചിങ്കം. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് impossible. ആ ബൈ ബൈ സീ യു ടാറ്റാ. പത്തിലു വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? എന്തെങ്കിലും ചെയ്യൂ. ജോൺ കാശ് കൊണ്ട് പോയത് കണ്ടില്ലേ? ഐഡിയ. ബൈ ബൈ ടാറ്റ, ഹാപ്പി ജേർണി. ഓ താങ്ക് യു ചങ്ക്. ആരെങ്കിലും ഒന്ന് എന്നെ താഴേക്ക് വലിക്കൂ. വലിയേട്ടാ, രക്ഷിക്കൂ. പത്തിലു, എനിക്ക് ഇതൊക്കെയാ തീരെ ഇഷ്ടപ്പെടാത്തത്. ഇപ്പൊ ഞാൻ സമൂസ കഴിക്കുന്ന സമയമാ, പക്ഷെ ഞാനോ വെള്ളത്തിന്റെ ടാങ്ക് ചുമന്നോണ്ട് നിൽക്കുക. നീ ഈ സമോസ എങ്ങാനും കഴിക്കുന്ന സമയത്ത് തൊണ്ടയിൽ കുടുങ്ങിയ വെള്ളം കുടിക്കണ്ടേ? അതിനു വേണ്ടി അത് അവിടെ വെക്കാൻ പറഞ്ഞു. എന്റെ രാജ്യത്തിൽ ഞാൻ കറങ്ങുന്നു ഒരു സൈക്കിളുമായി ഞാൻ കറങ്ങുന്നു എന്റെ രാജ്യത്തിൽ. ബോക്സറേട്ടാ എഴുന്നേക്ക്. നിങ്ങളൊരു പാട്ട് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഏഹേ എന്റെ രാജ്യത്തിൽ. ബോക്സറേട്ടാ, ചൂടാവണ്ട. ദേഷ്യം മനുഷ്യന്റെ ശത്രുവാണ്. ദേഷ്യം മനുഷ്യനെ നശിപ്പിക്കും. ഇപ്പോൾ മോട്ടുവാണ് എന്റെ ശത്രു. പത്തിലു, രക്ഷിക്കൂ. നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ശക്തി ഉപയോഗിച്ച് ഞങ്ങളെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ഞങ്ങൾക്ക് ദേഷ്യം വന്ന് എന്താ സംഭവിക്കുമെന്ന് അറിയോ? പത്തിലു, കൺട്രോൾ. ദേഷ്യം മനുഷ്യന്റെ ശത്രുവാണ്. നീ ഇതിപ്പോ ബോക്സറോട് പറഞ്ഞല്ലേ ഉള്ളൂ. ഇല്ല, എനിക്കിനി ഇത് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. എന്റെ കൂട്ടുകാരനെയാണ് നിങ്ങൾ ഇപ്പൊ അടിച്ചത്. നിങ്ങൾ എന്താ വിചാരിച്ചത്? നിങ്ങളെ ആർക്കും പരാജയപ്പെടുത്താൻ കഴിയില്ലെന്നോ? ഓ, അപ്പോൾ നീയാണോ എന്നെ പരാജയപ്പെടുത്താൻ പോകുന്നത്? ശരി, നാളെ തന്നെ നമുക്കൊരു ബോക്സിംഗ് കോമ്പറ്റീഷൻ ആകാം. ഇന്ന് രാത്രി നിന്റെ അവസാന രാത്രിയായിരിക്കും. പത്തിലു, യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വരൂ. പെട്ടെന്ന് എന്താ പറ്റിയത് പത്തിലു നിനക്ക്? നീ വരൂ, നമുക്ക് അകത്തേക്ക് പോവാം. അവന്റെ ഒരു അഹങ്കാരം കണ്ടില്ലേ? അവൻ എന്നോട് പറയാ ഇന്ന് എന്റെ ജീവിതത്തിൽ അവസാനത്തെ രാത്രി ആയിരിക്കുമെന്ന്. അവസാനത്തെ രാത്രിയോ? അയാള് ശരിക്കും പറഞ്ഞതായിരിക്കോ? നാളെ ഞാൻ അയാളുമായിട്ട് മത്സരിക്കുകയാണെങ്കിൽ ഇന്നത്തെ രാത്രി എന്റെ ജീവിതത്തിലെ അവസാനത്തെ രാത്രി ആയിരിക്കും. മോട്ടു, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്ക്. ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിന് എന്തൊക്കെയോ പറഞ്ഞു പോയതാ. പത്രു, ഞാൻ എന്തായി കേൾക്കുന്നത്? നീ നാളെ ബോക്സറുമായിട്ട് ഏറ്റുമുട്ടാൻ പോവുകയാണോ? പൊളിച്ചെടുത്തല്ല. മുകളിലേക്ക് പോവാൻ വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനെ കുഴപ്പമില്ല. പക്ഷേ ഇത്ര വേദന എന്തിനാ അനുഭവിക്കുന്നത്?
ഡോക്ടർ ജഡ്ക, ഞാൻ ബോക്സറേട്ടനെ പഠിപ്പിച്ചു ദേഷ്യം മനുഷ്യന്റെ ശത്രുവാണെന്ന്. പക്ഷെ ഞാൻ അത് മറന്നുപോയി. പൊളിച്ചടുത്തല്ലോ. ഈ ബോക്സിംഗ് കോമ്പറ്റീഷൻ ലോകത്തിലെ ഏറ്റവും ചെറിയ കോമ്പറ്റീഷൻ ആയിരിക്കും. അതെങ്ങനെയാ ചെറിയ കോമ്പറ്റീഷൻ ആവുന്നത്? ബോക്സന്റെ ഒറ്റ പഞ്ച് പോരെ പത്ലു നേരെ മുകളിലേക്ക് പോയി നമ്മളോട് ടാറ്റ പറയും. രണ്ടാമത്തെ പഞ്ചിന്റെ ആവശ്യം വേണ്ടി വരില്ലല്ലോ. അല്ലെങ്കിലേ ഞാൻ പേടിച്ചിരിക്കുക. നിങ്ങൾ എല്ലാവരും കൂടി വീണ്ടും പേടിപ്പിക്കുകയാണോ? പൊളിച്ചടുത്തല്ലോ. നീ ഇതിനെ കുറിച്ച് വിഷമിക്കരുത്. ബോക്സിംഗ് ചെയ്യുന്നതിൽ എനിക്ക് 20 കൊല്ലത്തെ അനുഭവം ഉണ്ട് കേട്ടോ. ഞാൻ നല്ല ട്രെയിനിങ് തരാം. എന്റെ ട്രെയിനിങ്ങിൽ നീ ബോക്സറിനെ ഒറ്റയടിക്ക് തന്നെ വീഴ്ത്തിരിക്കും. സത്യാണോ? വെരി ഗുഡ്. ഓക്കേ. പത്തുലു, എഴുന്നേൽക്കൂ. ഇങ്ങനെ തളരരുത്. ആലോചിക്കൂ. നീ ഒരിക്കൽ ആ ബോക്സറിനെ തോൽപ്പിച്ചാൽ പിന്നീട് ആ ബോക്സർ ജീവിതത്തിൽ ഒരിക്കലും നിന്റെ മുമ്പിൽ തല ഉയർത്തില്ല. എന്റെ പേടി എന്താന്ന് വെച്ചാ എനിക്ക് ഇന്ന് ജീവിതകാലം മുഴുവനും കയ്യും കാലും അനക്കാൻ പറ്റുമെന്നുള്ളതാ. സോറി, എന്റെ പഞ്ചിന് ഇത്ര ശക്തി കൂടി പോയി. പഞ്ചിങ് ബാഗ് പൊട്ടി താഴെ വീണു. എന്നിട്ട് ഇതാ ഇവിടെ എത്തിയിരിക്കുന്നു. പത്ലു, നമുക്ക് നാളെ കാണാം. നാളെ കാണാം. ഓ പത്രു, എന്റെ ചങ്ക്, ബോക്സർ ഒരു ഇടി ഇടിച്ചപ്പോ ഭിത്തി ഇങ്ങനെ പൊളിഞ്ഞെങ്കിൽ പിന്നെ നിന്റെ അവസ്ഥ എന്തായിരിക്കും? ഇല്ല ഇല്ല, ഞാൻ ഫൈറ്റ് ചെയ്യില്ല. എന്റെ പത്തുലു, നീ താഴെ ഇറങ്ങ്. നാളെ നീ തന്നെ ജയിക്കും. ബി പോസിറ്റീവ്, ബി പോസിറ്റീവ്. രാത്രി മുഴുവൻ നീ ഒന്ന് ആലോചിച്ചാൽ മതി. നീ തന്നെ ജയിക്കുമെന്ന്, നീ ജയിക്കുമെന്ന്. നീ നോയിക്കോ, നീ തന്നെ ജയിക്കും. നീ ജയിക്കും, നീ ജയിക്കും, നീ ജയിക്കും. പത്തുലു, നീ എന്നല്ല ഞാനെന്ന് പറ. ഞാൻ ജയിക്കും, ഞാൻ ജയിക്കും. അല്ലെങ്കിൽ തന്നെ പേടിച്ചിട്ട് ഞാൻ കൺഫ്യൂഷനില്ല. എന്നെ ഇനി വീണ്ടും കൺഫ്യൂഷൻ ആക്കണ്ട. ഞാൻ ജയിക്കും, ഞാൻ ജയിക്കും. എങ്ങനെ ജയിക്കാനാ? അമ്മേ, പറഞ്ഞുകൊണ്ടേ ഇരി. ഞാൻ ജയിക്കും, ഞാൻ ജയിക്കും. ബി പോസിറ്റീവ്. ഞാൻ ജയിക്കും, ഞാൻ ജയിക്കും, ഞാൻ ജയിക്കും. ഓക്കേ, സ്റ്റാർട്ട്. ഞാൻ ജയിക്കും, ഞാൻ ജയിക്കും. മോട്ടു, ഞാൻ ജയിച്ചു, ഞാൻ ജയിച്ചു, ഞാൻ ജയിച്ചു. എഴുന്നേൽക്ക് പത്തുലു, നീ സ്വപ്നം കാണുകയാണ്. എഴുന്നേൽക്കൂ, എഴുന്നേൽക്കൂ. ഇത് സ്വപ്നായിരുന്നു. സ്വപ്നം ഒരിക്കലും സത്യമാവാൻ പോകുന്നില്ല. ഞാൻ നാട്ടിലേക്ക് പോവാ. ഏയ്, നീ എവിടെയും പോകാൻ പോകുന്നില്ല. നീ ബോക്സിംഗ് റിംഗിലേക്കേ വരുള്ളൂ. ബോക്സറേട്ടാ, നിങ്ങള് മോട്ടുവിനെ തല്ലിയില്ലേ? ആ ദേഷ്യത്തിൽ ഞാൻ വെറുതെ ഒന്ന് ചാലഞ്ച് ചെയ്തതാ. പക്ഷെ എനിക്കിപ്പോ ദേഷ്യമൊന്നുമില്ല. ചെല്ല്, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഇനി ഒരിക്കലും എന്റെ കൂട്ടുകാരനെ തല്ലരുത്. ഏയ്, അവിടെ നിൽക്കാൻ. സോറി പത്ലു, ഇനി ബോക്സിംഗ് ചെയ്യാതെ യാതൊരു രക്ഷയുമില്ല. മാപ്പപേക്ഷിച്ചിട്ട് ഒരു കാര്യവുമില്ല. ചിങ്കം സാറെ, രക്ഷിക്കേ. ഫൈറ്റ് തുടങ്ങിക്കോളൂ, വേഗം. ആ, എന്റെ അമ്മോ, മമ്മി. ചിങ്കം സാറെ, വാതില് പോലെ എന്റെ മുമ്പിൽ ഇങ്ങനെ തന്നെ നിന്നോ? ഓ, ഞാൻ ഈ വാതിൽ തന്നെ തകർക്കാൻ പോവുകയാ. എന്റെ അമ്മോ. സൂപ്പർ ഫൈറ്റ് നടപടി. എന്റെ അമ്മോ, എന്തിനാ നിങ്ങൾ എന്നെ തല്ലിയത്? ഞാനൊരു റെഫറി അല്ലേ? ഫൈറ്റ്, ഫൈറ്റ്.
പത്തലു നീ ഒന്നുകൊണ്ട് പേടിക്കരുത്, ധൈര്യത്തോടെ ഏറ്റുമുട്ടു. നീ എന്തിനാണ് ഇങ്ങനെ ഓടുന്നത്? ഞാൻ വാമപ്പ് ചെയ്യാണ്. നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാനൊന്ന് ജോഗിങ് ചെയ്തിട്ട് വരാം. റൗണ്ട് 1 കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ റൗണ്ടും ഗൗണ്ടും ഒന്നുമില്ല. നേരെ ഫൈറ്റിങ്ങും പിന്നെ നോക്കൗട്ടും. ഇതോ ഈ മരുന്ന് കുടിക്ക്. ഇത് കുടിച്ചാൽ നിന്റെ ശക്തി 10 സിംഹത്തിന് തുല്യമാവും. എന്താ അവന് ടോണിക് കുടിപ്പിക്കുകയാണോ? തരൂ, ഞാൻ കുടിക്കാം ഈ ടോണിക്. അവൻ എന്തായാലും മുകളിൽ പോയാൽ ഇഷ്ടം പോലെ ടോണിക് കിട്ടുമല്ലോ. എന്നെ പോലെ ഒരു 4-5 പേരുണ്ടെങ്കിൽ പോലും അവനെ ഒരിക്കലും തോൽപ്പിക്കാൻ കഴിയില്ല. നീ ധൈര്യമായിട്ട് ചെല്ല്. ആ മരുന്ന് കുടിച്ചുകൊണ്ട് അയാൾക്ക് നിന്നെ 4 ആയിട്ടേ കാണാൻ പറ്റൂ. അപ്പൊ അയാൾക്ക് ആരെ ഇടിക്കണത് പോലും അറിയില്ല ചങ്കേ. നീ ആ സന്ദർഭം നല്ലപോലെ ഉപയോഗിച്ച് അവനെ ഇടിച്ച് തരിപ്പണമാക്കണം പത്തലു. ഈ 4 എണ്ണമൊക്കെ എവിടുന്ന് വന്നു? ഓരോന്നിനെ ആയിട്ട് ഞാൻ നേരിടാം. ഇടിക്ക് പത്തലു, പേടിക്കരുത്. ഒറ്റയ്ക്കൊറ്റയ്ക്ക് വാ, ഞാൻ നേരിടാം. കൊടുക്കട്ടല്ലോ മമ്മി. ഒറ്റയ്ക്കൊറ്റയ്ക്ക് വാ. എന്താ എല്ലാവരും കൂടി ചേർന്ന് വരുന്നേ? ഞാൻ തോറ്റിരിക്കുന്നു. ഇനി എന്നെ കൊണ്ട് ബോക്സിംഗ് ചെയ്യാൻ പറ്റില്ല. ഇനി എന്നോട് മത്സരിക്കാൻ ഒരിക്കലും തീരുമാനമെടുക്കരുത്. എന്റെ പത്തലു, നീ അടിച്ച് പൊളിച്ചു കളഞ്ഞല്ലോടാ. ഇത് ഡോക്ടർ ജഡ്കയുടെ മരുന്നിന്റെ ഫലമാണ്. ബോക്സറേട്ടന് എന്നെ പോലെ 4 പേരെ കാണാമായിരുന്നു. ആ മരുന്നിന്റെ ശക്തി ഇതാ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നീ ഒറ്റയ്ക്ക് തന്നെയായിട്ടാ എനിക്ക് കാണുന്നേ. നിന്റെ കാര്യം പോക്കാ പത്ലു. രക്ഷിക്കണേ.